പോലീസ് കാടത്ത്. മാധ്യമപ്രവർത്തകന് നേരെ വനം പോലീസ് വകുപ്പുകളുടെ പ്രതികാര നടപടി. വനം വകുപ്പിന്റെ വ്യാജ പരാതിയിൽ 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു അറസ്റ്റ്. കസ്റ്റഡിയിൽ സ്റ്റേഷനിൽ വെച്ച് റൂബിൻ ലാലിന് മർദ്ദനമേറ്റത് പ്രതിഷേധത്തിന് കാരണമായി. ഇതിനിടെ റൂബിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. ഇന്നലെ രാത്രിയാണ് റൂബിൻ ലാലിനെ അതിരപ്പള്ളി സിഐയുടെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയായിരുന്നു നടപടി. പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ റൂബിൻ ലാലിനെ മർദ്ദിച്ചതായി ആക്ഷേപമുണ്ട്. റൂബിന്റെ ഫോൺ പോലീസ് എറിഞ്ഞു തകർക്കുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിച്ച ശേഷവും സിഐയുടെ നേതൃത്വത്തിൽ അസഭ്യവർഷവും മർദ്ദനവും ഉണ്ടായതായി റൂബിൻ ലാൽ വ്യക്തമാക്കി. രാത്രി മുഴുവൻ അടിവസ്ത്രം മാത്രം ഇടാൻ നൽകിയെന്നും റൂബിൻ പറഞ്ഞു. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. അതേസമയം ഉച്ചയോടെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ റൂബിൻ ലാലിനെ കോടതി റിമാൻഡ് ചെയ്തു. റൂബിന്റെ ജാമ്യാപേക്ഷ നാളെ തന്നെ കോടതി പരിഗണിക്കും. പോലീസ് മർദ്ദനത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു. ഇന്നലെ കാട്ടുപന്നി വാഹനമിടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻ ലാലിനെ വനം ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വനമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിനായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത്. 24 തൃശൂർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അശ്വിൻ പാലാടി ചേരുന്നുണ്ട് തത്സമയം. അശ്വിൻ, വനം വകുപ്പിന്റെ കള്ളപ്പരാതി, പോലീസിന്റെ ഭീകരത, എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, എന്തായാലും ഈ വനം വകുപ്പും പോലീസും തമ്മിലുള്ള ഒരു ഗൂഢാലോചനയുടെ പിന്നാമ്പുറ കഥകളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ റൂബിനെ വനമേഖലയിൽ വെച്ച് ആദ്യഘട്ടത്തിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്നത്, ചത്ത ഈ വാഹനമിടിച്ച് പരിക്കേറ്റ് കിടക്കുന്ന കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളതാണ്. അതിനവർ ന്യായമായി പറയുന്നത് കാട്ടുപന്നി കിടക്കുന്നത് വനമേഖലയിലാണ്, അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താനാവില്ല എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെ വലിയ മർദ്ദനവും അസഭ്യവശവുമൊക്കെ റൂബിന് നേരിടേണ്ടിയും വന്നു. അത് വാർത്തയായി പരാതിയായതിനു പിന്നാലെ വനം വകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ആ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയാണ് മണിക്കൂറുകൾക്ക് ശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകുന്നത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി പോലീസ് അതിൽ നടപടിയെടുക്കുന്നു. അർദ്ധരാത്രി വീട് വളഞ്ഞ് റൂബിനെ മൃഗീയമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. സ്റ്റേഷനിലേക്ക് പോകും വഴി വാഹനത്തിൽ വെച്ച് മർദ്ദനം നേരിടുന്നു. ഒപ്പം പോകുന്ന വഴി റൂബിന്റെ മൊബൈൽ ഫോൺ തകർക്കുന്നുണ്ട്. ആ മൊബൈൽ ഫോണിലാണ് റൂബിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നതിന്റെ ദൃശ്യങ്ങളും ഒപ്പം മുൻകാലങ്ങളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പല ചെയ്തികളും റൂബിൻ വാർത്തയാക്കിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും രേഖകളും അടക്കം ആ ഫോണിലാണ് ഉണ്ടായിരുന്നത്. അത് ഈ അതിരപ്പള്ളി CI ആയ ആള് ആ ഫോൺ തകർത്ത് കളയുകയും റോഡിലിറങ്ങി തല്ലി തകർക്കുകയും അവിടെ നിന്ന് തോട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെ വലിയ ഗൂഢാലോചന വനം വകുപ്പും പോലീസും തമ്മിൽ ഈ വിഷയത്തിൽ നടത്തി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും നിലവിൽ റൂബിനെതിരെ ചുമത്തിയിട്ടുള്ളത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസുകളാണ്, വകുപ്പുകളാണ് എന്നുള്ള സംശയമില്ല. എന്തായാലും നാളെ ചാലക്കുടി കോടതിയിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഒപ്പം കസ്റ്റഡി മർദ്ദനം എന്നുള്ള ആരോപണമുണ്ട്. അതിൽ റൂബിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും കോടതിയിൽ ധരിപ്പിച്ചിട്ടുണ്ട്. അതിൽ അതിരപ്പള്ളി CI കൃത്യമായ മറുപടി നൽകേണ്ടി വരും നാളെ കോടതിയിൽ. എന്തായാലും നാളെ കോടതി നടപടികൾ കൃത്യമായി നടക്കും. അതിൽ ആണ് ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്നത്. ശരി, അശ്വിൻ പാലാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.